ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ ആളുകളും റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്ന ആളുകളല്ല. ഞാൻ ഈ പറയാൻ പോകുന്ന ക്വാളിറ്റീസ് നിങ്ങളുടെ പാർട്ട്ണറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ്. നമ്പർ 1, പീപ്പിൾ വിത്ത് സ്ട്രോങ് വാല്യൂസ്. അതായത് ആളുകൾക്ക് വാല്യൂ കൊടുക്കുന്ന, ഇമോഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോയാലിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ലോയാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്മിറ്റ്മെന്റ്സിനായിരിക്കും. ഇപ്പൊ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ പാർട്ട്നേഴ്സിനോട് ഇങ്ങനെ കുറെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകളൊക്കെ കൊടുക്കും. ഇല്ല, ഇനി ഇപ്പോൾ അവരൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, ഇനി ഞാൻ അടുത്ത തവണ മിസ്റ്റേക്ക് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള പ്രോമിസുകളൊക്കെ കൊടുത്തിട്ട് പിന്നെയും അവർ ആ ഒരു മിസ്റ്റേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും ഈ ഒരു കൈൻഡ് ഓഫ് ആളുകൾ. ഇവരെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അവരൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് മാക്സിമം ലൈഫിൽ കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ പാർട്ട്ണറിന് അവരോട് പറയാതെ നിങ്ങൾ പുറത്തു പോകുന്നത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറയാണ്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പാർട്ട്ണർ റെസ്പെക്ട്ഫുള്ളി നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നീ ഇങ്ങനെ എങ്ങോട്ടേലും പോകുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട്, ജസ്റ്റ് പറഞ്ഞിട്ട് നീ പുറത്ത് പോകണം കേട്ടോ എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇവർ പ്രോമിസ് ചെയ്യാണ്, ശരി ഞാൻ ഇനി തൊട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇതുപോലെ നിന്നോട് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്നുള്ളത് നമ്മളൊരു പ്രോമിസ് കൊടുത്തു. അപ്പോൾ ആ ഒരു പ്രോമിസിനെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ, അതായത് എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും എഫേർട്ട് ഇടുന്ന, ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ. ഇവർക്ക് ലൈഫിൽ ഇപ്പം ഈ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോലും ഇവർക്ക് ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം ഉള്ളിലുള്ളത് കൊണ്ട് അവരൊരിക്കലും ചീറ്റ് ചെയ്യില്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഈ എത്തിക്സ് ഉള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇപ്പൊ പല ആളുകളും റിലീജിയൻ ബേസ്, അല്ലെങ്കിൽ ഇപ്പം നാട്ടുകാർ കാണൂ, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡിലാണ് നമ്മൾ. ഇപ്പം റിലീജിയൻ ബേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദൈവം കാണൂ, ആ രീതിയിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മോഷ്ടിക്കുകയാണ്, അപ്പോൾ റിലീജിയൻ ബേസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ മോഷ്ടിക്കുന്ന വേറെ ആര് കണ്ടിട്ടില്ലെങ്കിലും ദൈവം അത് കാണുന്നുണ്ടാവും. ആ ഒരു മൈൻഡിലാണ് നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളത് മോഷ്ടിച്ച് അത് വേറെയുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ആ ഒരു രണ്ട് മൈൻഡ് സെറ്റിലാണ് ഇങ്ങനത്തെ ആളുകൾ മോഷ്ടിക്കാതിരിക്കുന്നത്. പക്ഷെ ഈ എത്തിക്സ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മോഷ്ടിക്കുന്നത് ഒരു തെറ്റാണ്. അതിപ്പോ ദൈവം കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും, ആളുകൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അവർ ചെയ്യുന്ന കാര്യം തെറ്റാണ്. ഇതായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം. ഇതിപ്പോ ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ അവർക്ക് വേറൊരാളായിട്ട് ഡേറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോലും അവർ വിചാരിക്കുന്നത് ഇത് എന്റെ പാർട്ട്ണറിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്, അത് അവരുടെ ഒരു എത്തിക്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകളാണ് ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള പീപ്പിൾസ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഇമോഷണലി മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ് അവർ കാണിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എല്ലാ ആളുകളും അവരുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിക്കോളണമെന്നില്ല. അപ്പൊ ഇവര് റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്ന് വിചാരിക്കുക, നമുക്ക് അത്ര സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലല്ല റിലേഷൻഷിപ്പ് പോകുന്നത്, നമുക്ക് വേണ്ട രീതിയിലുള്ള കെയറോ അറ്റൻഷനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ആളുകൾ അതിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഓപ്പൺ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളുടെ റിലേഷൻഷിപ്പ് അത്ര ഓക്കെ ആയിട്ടല്ല പോകുന്നത്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ അത്ര ഹാപ്പി അല്ല, എനിക്ക് ഇതുപോലെ അറ്റൻഷൻ കിട്ടുന്നില്ല, ഈ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഈ രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ രണ്ട് ചാൻസ് ആണ് അവിടെ ഉള്ളത്. ഒന്നെങ്കിൽ പാർട്ട്ണറിന് ഈ ഒരു കാര്യം മേ ബി അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, അയ്യോ സോറി ഞാനിത് ശ്രദ്ധിച്ചില്ല, ആ രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അവർ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഓക്കെ, ഇനി തൊട്ട് ഞാൻ മാറാം, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, ആ രീതിയിൽ മേ ബി അവർ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അവർ മാറിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ പോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഈ രീതിയിലായിരിക്കും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇല്ല അത് എൻ്റെ തോന്നലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിനോരോരോ
ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇവരെന്താ ചെയ്യുക, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാം, അത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ആളുകൾ എത്തുന്നത്. അതായത് ഒന്നെങ്കിൽ ഇത് പറഞ്ഞ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ 2 സ്റ്റാൻഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവാം. ഇതിന്റെ ഇടയിൽ ഓക്കെ, ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, അപ്പൊ എനിക്കിങ്ങനെ സൈഡായിട്ട് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാം എന്നൊരു മൈൻഡ് സെറ്റ് അവർക്ക് ഒരിക്കലും വരില്ല. ഇനി 3ാമത്തെ കാറ്റഗറി ഓഫ് ആളുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അവരും അവരുടെ പാർട്ട്ണറും ഓൾറെഡി അവരൊരു റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഇവർക്കിപ്പം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഒരു പേഴ്സണിന്റെ അടുത്ത്, അതായത് ഇപ്പൊ ഇവർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇവർക്കൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും. അതിനപ്പുറത്തോട്ട് അവരെ കടത്തി വിടാനോ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിന്റെ അപ്പുറത്തോട്ട് കടന്നു പോവാനോ ഇവർ ശ്രമിക്കില്ല. ആ ഒരു ബൗണ്ടറിയിലായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അതായത് അവർക്ക് വേണ്ട സ്ഥലത്ത് ബൗണ്ടറീസ് ഇടാൻ കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കും. അങ്ങനത്തെ ആളാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. അവരൊരിക്കലും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലേട്ടിങ്ങിലേക്കോ ഒന്നും പോകാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. അതായത് ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറും ഓൾറെഡി റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ പിന്നെ വേറൊരു ഫ്ലേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ ചീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് കിട്ടുകയാണെങ്കിൽ പോലും നമ്മൾ തിങ്ക് ചെയ്യുന്നത് അതിന്റെ ആവശ്യം എന്താണ്? നമുക്കൊരു പാർട്ട്ണർ ഓൾറെഡി ഉണ്ട്, പിന്നെ ഇവരുടെ അടുത്ത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്ത ആളുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്കും ഈ രീതിയിൽ ആളുകൾ അപ്രോച്ച് ചെയ്യില്ല. കാരണം അവര് ഓൾറെഡി ആ ഒരു മൈൻഡാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങനെ വേറൊരു ബാഡ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ബോധം അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഇടയിലും ഉണ്ടായിരിക്കും. സോ ബൗണ്ടറീസ് ഉള്ള ആളുകളും അധികം ചീറ്റിംഗ് ചെയ്യാൻ ചാൻസ് കുറവുള്ള ആളുകളാണ്. ഇനി 4ാമത്തെ കാര്യം ഹോണസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കും. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ടാവും. നമ്മൾ ആരിനെയൊക്കെ മീറ്റ് ചെയ്തു, ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹോണസ്റ്റ് ആയിട്ട്, അതായത് ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് പാർട്ട്നേഴ്സിൽ നിന്നും ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അവർ ഈ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണല്ലോ അത്രയും ഒരു ട്രാൻസ്പെറൻസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ആളുകളും ഒരു ചീറ്റിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ഇനി 5ാമത്തേത് നമ്മളെ ട്രൂ ആയിട്ട് വാല്യൂ ചെയ്യുന്ന ആളുകളാണ്. അതായത് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരുന്ന, നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഇല്ലേന്നുണ്ടെങ്കിൽ പോലും അവരൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ്. സോ നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അവർ എത്ര എഫേർട്ട് വേണമെങ്കിലും ഇടാൻ റെഡിയാണ്. ഇനിയിപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്സ് പോലും, അതായത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് പോലും അവർ നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്യാൻ റെഡി ആയിരിക്കും. കാരണം അവർക്ക് ആളുകളെ ലോസ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ ആളുകളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ലൈഫിലുള്ള ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് പോവാണ്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറിന് നമ്മളോട് ലോയാലിറ്റി ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർ നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് വേറൊരു പേഴ്സണെ നമുക്ക് പകരം തേടി പോകേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.